ടണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തിയ ഓണാഘോഷവും വാർഷികവും വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിൽ നടന്നു. ടണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ സംസ്ഥാന രക്ഷാധികാരി പ്രകാശൻ പിള്ള പി അധ്യക്ഷനായ സമ്മേളനം NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. ധനസഹായ വിതരണം ഇരവിപുരം MLA വിഷ്ണുമോഹൻ നടത്തി. കൊല്ലം മേയർ AK ഹഫീസ് വയോധികരെ ആദരിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഷാജി S ചികിത്സ ധനസഹായ വിതരണം നടത്തി. ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ രാജേഷ് കുമാർ, YWCA പ്രസിഡന്റ് ബീന ജോർജ്, SN കാഷ്യൂ CEO ഷാ സലീം, ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന ചെയർമാൻ B രാമാനുജൻ പിള്ള, ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന സെക്രട്ടറി വിജയകുമാരി L, സജിത് S എന്നിവർ സംസാരിച്ചു. ടണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ പ്രാവശ്യം അവരുടെ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട ചടങ്ങ് സംഘടിപ്പിക്കാനും ആ ജീവകാരുണ്യപരമായിട്ടുള്ള സേവന പ്രവർത്തനത്തിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന ഓണക്കിറ്റ് നൽകാനും ഈ പ്രാവശ്യം തീരുമാനിച്ചത് ഈ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ പഠിക്കുന്ന ഈ സെന്ററിലെ ആ കുടുംബങ്ങൾക്കാണ് എന്നുള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഈ സമ്മേളനം ഈ പ്രദേശത്ത് വെച്ച് അല്ലെങ്കിൽ YWC ആസ്ഥാനത്ത് വെച്ച് സംഘടിപ്പിക്കാൻ ഇടയായിട്ടുള്ളത്. ഇത് ശരിക്കും ഒരു വൈകല്യമല്ല,
മനുഷ്യ സമൂഹം ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണുള്ളത്. എനിക്കുള്ള കഴിവുകൾ ഈ കുഞ്ഞുങ്ങൾക്കുണ്ടാകണമെന്നില്ല, ഈ കുഞ്ഞുങ്ങൾക്കുള്ള കഴിവുകൾ എനിക്കുണ്ടാകണമെന്നില്ല. അപ്പൊ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികളും ഭിന്നമായ ശേഷിയോടുകൂടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്, നമ്മളിൽ ഓരോരുത്തർക്കുമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വൈകല്യമല്ല, മറിച്ച് അതൊരു കഴിവാണ്, വ്യത്യസ്തമായ ഭിന്നമായ ഒരു കഴിവാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ നിർദ്ദേശപ്രകാരം ലോകത്താകമാനം തന്നെ ഭിന്നശേഷി സമൂഹം എന്ന നിലയിലേക്ക് വ്യത്യസ്തമായ ശേഷിയുള്ള ഒരു സമൂഹം, സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ കഴിവുകളുള്ള ഒരു സമൂഹം എന്ന നിലയിലുള്ള വ്യാഖ്യാനത്തിന്റെ പരിധിയിൽ വരികയും ആ കഴിവുകൾ കണ്ടെത്തി പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുമാണ് ആ സമൂഹത്തോട് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമെന്ന് ആ ചാർട്ടറിൽ നിർവചിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ലോകത്ത് വ്യാപകമായി ആരംഭിക്കാനും ഇന്ന് ഇവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കാൻ കഴിയും, വലിയ മാറ്റങ്ങൾ പരിശീലനത്തിലൂടെ സിദ്ധിക്കാൻ കഴിയും എന്ന് കാലം തെളിയിച്ചു, അനുഭവങ്ങൾ തെളിയിച്ചു. ഒരുപക്ഷെ YWCA ആഭിമുഖ്യത്തിൽ യങ് വിമൻ ക്രിസ്ത്യൻ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ സെന്ററിലും ആ വിസ്മയകരമായ മാറ്റങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പൊ ആ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അവരെ സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ശ്രമകരമായ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇതൊരു വോളണ്ടറി ആക്ടിവിറ്റി ആയിട്ടാണ്, ഒരു സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് സത്യത്തിൽ YWCA പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. കരുതലോടുകൂടി കാണാനും അവരെ പരിചരിക്കാനും സംരക്ഷിക്കാനും നമ്മൾ തയ്യാറാവുന്നതാണ് ഏറ്റവും വലിയ ദൈവികമായ സേവനം, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ചാരിറ്റബിൾ ആക്ടിവിറ്റീസ്. അതാണ് തണൽ റെസിഡൻസ് അസോസിയേഷൻ കഴിഞ്ഞ 9 വർഷക്കാലമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും സമാന രീതിയിലുള്ള ജീവകാരുണ്യപരമായ പ്രവർത്തനങ്ങളാണ്. ആ പ്രവർത്തനങ്ങളിൽ ഒരു ഭാണക്കിറ്റ് നൽകിക്കൊണ്ട് ഈ ഓണാഘോഷത്തിന്റെ ഭാഗമായി അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പോകാനുള്ള, കരുതലോടുകൂടി സംരക്ഷിക്കാനുള്ള ഒരു നല്ല സംരംഭത്തിന് നേതൃത്വം കൊടുക്കുന്നത്, അതിന് നേതൃത്വം കൊടുക്കുന്ന തണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഭാരവാഹികളെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് അനുമോദിച്ചുകൊണ്ട്, ഓണം ഒരുമയുടെ ഉത്സവമാണ്, നാടിന്റെ ഐക്യത്തിന്റെ ഉത്സവമാണ്, സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വളർച്ചയുടെയും പുരോഗതിയുടെയും ഉത്സവമാണ്. അത് എല്ലാ ഭേദങ്ങൾക്കും അപ്പുറത്ത്, വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് ഒരു നാട് ഒന്നാകെ ആഘോഷിക്കുന്ന ഓണത്തിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ എല്ലാവർക്കും അർപ്പിച്ചുകൊണ്ട് വേദിയുടെയും സദസ്സിന്റെയും സാന്നിധ്യത്തിൽ ദീപം തെളിയിച്ച് ഈ വാർഷികാഘോഷവും അതോടനുബന്ധിച്ചുള്ള ഓണാഘോഷ പരിപാടികളുടെയും ഔപചാരികമായ ഉദ്ഘാടനം വളരെ വളരെ സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാ വർഷങ്ങളിലും ഞങ്ങൾ ഇത്തരം പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഞാൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ജില്ലാ ക്രൈംബ്രാഞ്ചിലെ SI ആണ്. അപ്പൊ ഈ കുട്ടികൾ ഇതിന്റെ മുന്നിൽ കൂടി പോവുകയും വരികയും ചെയ്യുന്നത് ഞാൻ പല ദിവസങ്ങളിലും അവിടെ നിന്ന് ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച, അല്ലെങ്കിൽ അത് എനിക്ക് എൻ്റെ മനസ്സിനെ എന്തെങ്കിലും ഇപ്രാവശ്യം അവർക്ക് ചെയ്യണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹമുണ്ടായി. അപ്പൊ ആ ആഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ഇവിടെ വരികയും ഇവിടുത്തെ ഇതിന്റെ ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിക്കുകയും ചെയ്തപ്പോൾ അവർ 50ഓളം കുട്ടികളുണ്ടെന്നും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞങ്ങൾ 20 ഐറ്റംസുകൾ ഉൾപ്പെടെ, അരി ഉൾപ്പെടെ 20 ഐറ്റം ഉൾപ്പെടെയുള്ള പലവ്യഞ്ജന കിറ്റും, അതോടൊപ്പം തന്നെ വെജിറ്റബിൾ കിറ്റ്, കൂടാതെ ധനസഹായം, അതുകൂടാതെ ചികിത്സാ ധനസഹായം, പിന്നെ ഓണപ്പുടവ എന്ന് പറയുന്നത് അവരെ പരിചരിക്കുന്ന, ഇങ്ങനെ ഈ സാഹചര്യത്തിലുള്ളവരെ പരിചരിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ കടമ്പയാണ്. അത്രത്തോളം ക്ഷമയും അതുപോലെ തന്നെ സഹനശക്തിയും ഉള്ളവർക്ക് മാത്രമേ ഇവരെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ
പഠനത്തിലൂടെയും ആംഗ്യത്തിലൂടെയും തോളോട് തോൾ ചേർത്ത് നിർത്തി സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് അവരെ പരിചരിക്കുന്നവർക്ക് ഞങ്ങൾ ഓണപ്പുറവ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ചെയ്ത സേവന പ്രവർത്തനങ്ങളുമൊക്കെ മറ്റ് സംഘടനകളിൽ നിന്ന്, ചാരിറ്റബിൾ സംഘടനകളിൽ നിന്നും വ്യത്യസ്തമായി പ്രവർത്തന ശൈലിക്ക് മാതൃകയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്, ട്രസ്റ്റാണ് നമ്മുടെ ഈ തണൽ റെസിഡൻസ് അസോസിയേഷൻ ആൻഡ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഈ പ്രാവശ്യത്തെ ഓണം നമ്മുടെ ഈ മെന്റലി റിട്രീറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുമായി പങ്കിടുകയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യുക എന്ന വ്യത്യസ്തമായ ഒരു ചടങ്ങാണ് ഈ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഈ പ്രാവശ്യം തുടക്കം കുറിച്ചത്. ഓണത്തിന്റെ യഥാർത്ഥമായ വാക്യം പാലിച്ചുകൊണ്ടാണ് തണല് ഈ വർഷത്തെ തണലിന്റെ 9 വർഷങ്ങൾ അവർ ആഘോഷിക്കുന്നത്. തണലിന് ഈ 9 വർഷങ്ങളെ കുറച്ചും കൂടി ഇന്ന് വിതരണം ചെയ്ത പണവും കൂടി ഉപയോഗിച്ചുകൊണ്ട്, കിറ്റുകളുടെ പണം കൂടി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ഗംഭീരമായ ആർഭാടത്തോടു കൂടി നടത്താമായിരുന്നു. പക്ഷെ അത് ഒഴിവാക്കി ഈ നാടിന്റെ നമ്മുടെ മക്കളെ, അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ സന്തോഷത്തിൽ പങ്കാളിയാകാൻ, അവരെ സംരക്ഷിക്കാൻ തയ്യാറെടുത്ത തണല് അവരുടെ ആഘോഷം, അവരുടെ 9 വർഷത്തിന്റെ ആഘോഷം, ആ ഓണത്തിന്റെ മഹത്വം കൂടി ഉൾക്കൊണ്ടു എന്ന് സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും, ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ, എല്ലാം മറന്ന് നമ്മൾ ആഘോഷിക്കേണ്ടുന്നതാണ് ഓണം. സർവ്വ ദുഃഖങ്ങളും സർവ്വ പ്രതിസന്ധികളും സർവ്വ വിഷമതകളെയും നമുക്ക് അതിജീവിച്ച് എല്ലാം മറന്ന് നാം ആഘോഷിക്കുന്ന ഓണം അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ഇനിയുള്ള ദിവസങ്ങൾ ഇതിനേക്കാൾ നമുക്ക് പരീക്ഷണങ്ങളും പരിവേദനകളും ദുഃഖങ്ങളും നിറഞ്ഞു നിൽക്കുന്നത് കൂടിയാണ്. അതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് സന്തോഷത്തോടു കൂടി ആഘോഷിക്കപ്പെടുന്ന ഈ ഓണത്തിന്റെ ദിവസങ്ങൾ, നിമിഷങ്ങൾ കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നാടിന്റെ ഹൃദയം തുറന്ന ഓണാശംസ. ജീവിതം മുഴുവൻ ഇവർക്ക് വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ച് ജീവിക്കുന്നത്, സ്വന്തമായി ജീവിക്കാതെ ഒരു കുടുംബത്തിലെ വിശേഷങ്ങളിൽ പോലും പലപ്പോഴും പങ്കെടുക്കാൻ പറ്റുന്നില്ല. സ്വന്തമായി നല്ലവണ്ണം വസ്ത്രം ധരിച്ച് സ്വന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഇതുമാത്രം മുന്നിൽ കണ്ടുകൊണ്ടു പോകുന്ന രക്ഷകർത്താക്കളെയാണ്, അവരെയാണ് നമ്മൾ നോക്കേണ്ടുന്നത്. അവരെ തന്നെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത്. അവർക്കാണ് ആദരവ് കൊടുക്കേണ്ടുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ നടത്തുന്ന അതിലെ ജീവനക്കാർ, ആ ജീവനക്കാരെയും നമ്മൾ സമ്മതിക്കണം. എത്രയോ ബുദ്ധിമുട്ടുകൾ, ത്യാഗം അനുഭവിച്ചാണ് ഇവരെയൊക്കെ കൊണ്ട് നടക്കുന്നത്. ഏതൊക്കെ തരത്തിൽ അവർ തന്നെ അറിയാതെയാണ് പലതും സംഭവിക്കുന്നത്. നമുക്കൊക്കെ അറിയാം. അവരുടെ മാനസികാവസ്ഥ അതനുസരിച്ച്, ആ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് പെരുമാറേണ്ടി വരുന്ന രക്ഷകർത്താക്കൾ, അവരെ പഠിപ്പിക്കുന്ന, അവരെ കൈകാര്യം ചെയ്യുന്ന, അവരുടെ ദൈനംദിന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന അതിന്റെ ജീവനക്കാർ, അവരെയും നമ്മൾ ബഹുമാനിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ധാരാളം MP ഉൾപ്പെടെയാണ് ആളുകൾ പങ്കെടുത്തു. വളരെ അവരെയൊക്കെ ബഹുമാനിക്കാൻ തന്നെയാണ് അവരൊക്കെ എത്തിയത്. പക്ഷെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു രീതിയല്ല, ആ ഒരു പ്രത്യേകതയല്ല, ആ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അങ്ങനെയുള്ളൊരു ചടങ്ങിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇതിലൊക്കെ ഒരിക്കൽ കൂടി സന്തോഷപൂർവ്വം അവരുടെ ശരിക്കും പറഞ്ഞ് അവരുടെ മുന്നിൽ ഞാൻ ശിരസ് നിൽക്കുന്നു. അത്രത്തോളം അർഹതപ്പെട്ടവരാണ് ഈ രക്ഷകർത്താക്കൾ. ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. നമ്മളെല്ലാം ഒന്നാണെന്ന ചിന്ത നമ്മൾ ഉണ്ടാക്കുന്നതിന് ഓണം വലിയൊരു പങ്ക് വഹിക്കുന്നു എന്നുള്ളതാണ്. ഈ മഹനീയമായ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവർക്കും എല്ലാവിധ ഓണാശംസകളും നേരുകയാണ്. ഈശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നേരെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മാതാപിതാക്കളാണ് ഈ കുട്ടികളെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടി ആദ്യമായിട്ടാണ് ഈ തണലിന്റെ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഈ പരിപാടിയിൽ കണ്ടപ്പോൾ മനസ്സും വളരെയധികം നിറഞ്ഞു. ഒരു ഓണസദ്യ കണ്ട് കഴിച്ച് ഇറങ്ങുന്നത് പോലെയുള്ള ഒരു മനസ്സിലെ സംതൃപ്തിയിലാണ്
ഞാനിവിടെ വിടുന്നത്. ഇനിയും ഇത്തരം പരിപാടികൾ മാഡം കൂടെ പറഞ്ഞതുപോലെ, മാഡം വളരെ വികാരപരിതമായിട്ടാണ് പറഞ്ഞത്, ഞാൻ ശ്രദ്ധിച്ചു. എല്ലാവരെയും ചേർത്ത് പിടിക്കും, ചേർത്ത് നിർത്തുമെന്ന്. മാഡം നമ്മളാൽ കഴിയുന്ന എന്തൊരു സഹായത്തിനും നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടായിരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട എന്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പ്രകാശൻ പിള്ള സാറിനെ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട്, ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്, ഒരു നല്ലൊരു ഓണം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഓണാഘോഷത്തിൽ ഞങ്ങളുടെ കൊച്ചു സ്ഥാപനത്തെ, ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ നോക്കുമ്പോൾ അവര് മീശക്കാരൊക്കെ ആയെങ്കിലും ഞങ്ങൾക്ക് അവർ കുട്ടികളാണ്. അപ്പൊ അവര് നിങ്ങൾ കരുതിയതിന്, നിങ്ങളുടെ ഓണാഘോഷത്തിൽ അവരെയും കൂടെ ചേർത്ത് പിടിച്ചതിന് നന്ദി പറയാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഇതിന്റെ നിയമപ്രകാരം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പഠിക്കുന്നിടത്ത് മാത്രമേ ഗവൺമെന്റ് ആനുകൂല്യങ്ങളുള്ളൂ. ഞങ്ങൾക്ക് ഒരു കുട്ടി പോലും 18 വയസ്സിന് താഴെയില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ കാര്യം. 2016 ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയതാണ്, എയ്ഡ്. അതിനുശേഷം ഇന്ന് വരെ ഞങ്ങൾക്ക് ഗവൺമെന്റിന് ആനുകൂല്യങ്ങളൊന്നുമേ ഇല്ല. ഞങ്ങളെല്ലാവരും ചൊരുക്കൂട്ടുന്ന ചെറിയ ഒരു തുകയും പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ നന്നായിട്ട് നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനവും, അതാണ് ഞങ്ങളുടെ ഈ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളും. ഞങ്ങൾക്ക് 4-5 സ്റ്റാഫുണ്ട് ഇവിടെ, കുട്ടികളുടെ ഭക്ഷണ കാര്യങ്ങളുണ്ട്, സ്കൂളിലെ മറ്റ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ, ഡേ ടു ഡേ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, വീണ്ടും ഞാൻ പറയുകയാണ്, പ്രകാശൻ പിള്ള സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വരികയും നമ്മുടെ കുട്ടികളെ കാണുകയും അവർക്ക് വേണ്ടുന്നത് ചെയ്യാമെന്ന് ഇങ്ങോട്ട് ഓണം, സത്യത്തിൽ അവരുടെ ഓണം, ഞങ്ങളുടെ കുട്ടികളുടെ ഓണം നിങ്ങൾ പൊന്നോണം ആക്കിയിരിക്കുകയാണ്. നന്ദി.